देखते तेरे बिना क्या वजूद मेरा तुझसे जुदा कर हो जाएंगे तो खुद से ही हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो. ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് 71 സെന്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന 13,400 സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന AC 64 ക്യാമറകൾ സോളാർ ഇൻവെർട്ടറുകൾ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത്. തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാർ. ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ്. ഫിഫ്ത്ത് പ്രൈസ് 5 പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത്. 25,000 ടോക്കണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടോക്കൺ 2,500 രൂപയാണ്. എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ നമുക്കൊരു വലിയ ഫാമിലിയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഉണ്ട്. എല്ലാവരും പരിചയപ്പെടാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ആൻസർ പറയുന്നതനുസരിച്ച് ഓരോരുത്തരെ പരിചയപ്പെടാം. അതിനു മുന്നേ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ടില്ല, ഇവിടെ വരെ സ്റ്റോപ്പ് ചെയ്യണല്ലേ. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയണം, പറയാതിരിക്കരുത്. അവസാനം അയ്യോ അത് ഞാൻ പറയാനായിട്ടിരുന്നു അവള് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ അടിയൊന്നും ആവരുത്. എനിക്ക് അടി വിടാൻ നേരമില്ല. ഒരു 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയിയായി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണോ? ആ, റെഡി. അവനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഏറ്റവും വലിയ ആൽ ഏതാണ്? ഏറ്റവും വലിയ ആൽ. കുസൃതി ചോദ്യമല്ലേ, കറക്റ്റ് ആൻസർ വരത്തില്ല. സ്കൂളിലൊക്കെ ഈ ഒരു ആളുള്ളപ്പോൾ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ ഓഫീസിൽ ഹർത്താലേ ഇവിടെ നിന്ന് ആദ്യം ആൻസർ വന്നല്ലേ? ആണ്, ഹർത്താലാണ് ആൻസർ. എന്താ പേര്? അനീഷ. ഏത് സ്കൂളിലാ? ശിവഗിരി. എന്ത് ചെയ്യുന്നു? പ്ലസ് ടു പഠിക്കുന്നു. ഭയങ്കര മടിയായിരുന്നു മത്സരിക്കാൻ അല്ലേ, വരാൻ നേരത്ത്. പക്ഷേ മോളെ എന്നെ ആൻസർ പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ, ഇവിടെ ടിങ്സ് ആണോ? അല്ലല്ലേ, ഒരേപോലത്തെ ഉടുപ്പൊക്കെ നിൽക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ നെറ്റ് ഏതാ? ഏറ്റവും വലിയ നെറ്റ് ഇന്റർനെറ്റ് ഇവിടെ നിന്നാ വന്നത് അല്ലേ? മഞ്ഞ ഉടുപ്പിട്ട് മഞ്ഞ ക്ലിയർ പറഞ്ഞത്. എന്താ പേര്? അജീന. എന്ത് ചെയ്യുന്നു? ഞാൻ ബിടെക് കഴിഞ്ഞു. കല്യാണം കഴിച്ചില്ലല്ലോ? ബ്രദറായിരിക്കും. ഓക്കെ, അവൾ കുട്ടിയും ഒരു കല്യാണം കഴിഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞിട്ട് എത്ര മാസമായി? 1 മാസം ആയതേ ഉള്ളൂ. ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അറേഞ്ച്ഡ് ആയിരുന്നു അല്ലേ? അത് മനസ്സിലായി. ഈ ഒരു കുടുംബത്തിൽ നിന്ന് ആരും ലവ് ചെയ്യാൻ പോകത്തില്ല, ധൈര്യപ്പെടത്തില്ല എന്ന് മനസ്സിലായി. അതൊക്കെ മനസ്സിലായി. അത് ഓരോരുത്തർ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ, പോണില്ല. കൊറേ തള്ളി വിട്ട് നോക്കി, പറ്റിയില്ല. ബുദ്ധിയുണ്ട് കുട്ടി, ബുദ്ധിയുണ്ട്. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കയറാൻ പറ്റാത്ത കാർ എന്താണ്? മഴക്കാർ. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവിടെ കണ്ട ആൻസറുകളൊക്കെ വന്നു തുടങ്ങി. എന്റെ പേര് സീന. പോത്തങ്കോടാണ് താമസം. ഇപ്പോഴും അവിടെയാണ്. എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാത്തിനും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് കുറച്ച് പേരുണ്ട്. ആരും മുന്നോട്ടില്ല, എല്ലാവരും ഇഞ്ചോടിഞ്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ആരും ആഗ്രഹിക്കാത്ത ജയമുണ്ട്. എന്താണ് ആ ജയം? പരാജയം. ഇവിടെ
പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ. ലൈല മോന്റെ ഉമ്മയാണ്. വീട്ടില് ഹൗസ് വൈഫ് അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരെ പാവാന്ന് വിളിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇന്ന് വേളയിൽ വന്ന മുക്കാ ഭാഗവും ഇവര് കുടുംബക്കാരാണെന്ന് തോന്നുന്നു. ഇനിയുണ്ട്. എന്താ ഇങ്ങനെ ഒരു യാത്ര? വെറുതെ വന്നതാ? അവർക്ക് വെറുതെ ഒരു ഇതായിട്ട് നമ്മൾ ഇറങ്ങിയത്, അവരെ പിറകെ ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങിയാണ്. അത് ഹണിമൂണിന് അത് വിട്ട് ഇനിയിപ്പം ഞങ്ങളെയും കൊണ്ട് പോകണോ വരുന്ന അങ്ങനെയുള്ള ചടങ്ങുണ്ടല്ലോ ഞങ്ങളായിട്ട്. ട്രീറ്റ് ഇപ്പൊ എനിക്ക് വേണം. ഞങ്ങളെ കൂടെ ഓടിക്കോ. അത് കാരണം കഴിക്കേണ്ടി വരും. ഞാനാ ഇതിലാരും ഇല്ലല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യം അങ്ങ് വിടാം. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി എന്താണ്? തൊട്ടാൽ ഇലക്ട്രിസിറ്റി. കറക്റ്റ് ആൻസർ. 2 ആൻസറുകൾ ഒന്നും തുടങ്ങി. 2 ക്വസ്റ്റ്യന്റെ ആൻസർ ആയല്ലേ? നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ ആരാണ്? യെസ്, 2 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഞാൻ വിചാരിച്ചു ഇപ്പം ഈ ഭാര്യമാരൊക്കെ ഭർത്താവിന്റെ പേര് പറയുമായിരിക്കും. അതന്നെ തിരിച്ചും മറിച്ചൊക്കെ പറയുമെന്നാണ് ഞാൻ കരുതിയത്. ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല. അതെല്ലാം തടഞ്ഞുകൊണ്ട് വേണ്ടേ ഇവിടെ ഒരാൾ ആൻസർ പറഞ്ഞു. 2 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു വനമുണ്ട്. ഏതാണ് ആ വനം? പൂങ്കാവനമല്ല, നമ്മളും ആ വനത്തിലാണ് താമസിക്കുന്നത്. ഭവനം. ഇവിടെ ആരാ പറഞ്ഞത്? യെസ്, കറക്റ്റ് ആൻസർ. ഇവിടെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇവിടെ പറഞ്ഞ അല്ല, ഇവിടെ അതിന് മുന്നേ പറഞ്ഞു. 2 ഒന്ന് തന്നെ. ഒരു വീട്ടിലുള്ളതാണോ? ഓക്കെ, ഒരു ഭവനത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ ഭവനത്തിൽ ഒരു ഇതുമില്ല. ആൻസർ എല്ലാം കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേനയിൽ ഒഴിക്കാത്ത മഷി എന്താണ്? കൺമഷി. കറക്റ്റ് ആൻസർ. അപ്പൊ ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, അറിയാം. 3 ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് തന്നെ ജോലി. വീട്ടിൽ വേറെ ഒരു ജോലിയില്ല. പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുണ്ട്? അലി ആരാ? മാമ റെഡി. പാട്ട് പാടാനില്ലേ? അപ്പൊ 2 പേരും കൂടെ. അതെ, ന്യൂ കപ്പിൾസിന്റെ ഒരു സോങ്. तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, तुझसे जुदा कर हो जाएंगे तो खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो, तेरे भी मेरे दर्द भी मेरे आशिकी, अब तुम ही हो. സൂപ്പറായിരുന്നു. ഞാനും ആസ്വദിച്ചിങ്ങനെ നിന്നുപോയി. ക്വസ്റ്റ്യൻ. 28 ദിവസങ്ങളുള്ള മാസം എല്ലാ മാസവും ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിയാണ്. കുട്ടിക്ക് അഭിമാനിക്കാം. കുരുട്ട് കുട്ടി. അതെ, എത്ര ക്വസ്റ്റ്യന്റെ ആൻസർ ആയി? 4. 3. ഓക്കെ, അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ. എന്തായാലും ഇവിടെ തന്നെയാണ് ഗിഫ്റ്റ്. പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ആർക്കും എത്താൻ പറ്റത്തില്ല. ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ്? കോൾഗേറ്റ്. എന്തായിരുന്നു പേര്? സെയ്ദ്. നിങ്ങളെയൊക്കെ പേര് പഠിച്ചെടുക്കാനാണ് പാട് കേട്ടോ. ഒരു രക്ഷയില്ല. ഫുൾ നെയിം സെയ്ദ് അലി അഹമ്മദ് ഖാൻ. എന്തിനാ ഷായൊക്കെ ചേർക്കുന്നത്? അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ പ്രോഗ്രാമിന്റെ വിജയി സെയ്ദാണ്. അപ്പോൾ സെയ്ദിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയുമായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ന്യൂ മാരീഡ് കപ്പിൾസ് ആണ്. ഒരു മാസമായി.
ഇവർ കറങ്ങാൻ ഇറങ്ങിയപ്പോ ബന്ധുക്കൾ എല്ലാരും കൂടെ കൂടെ ഇറങ്ങിയൊക്കെയാണ്. ഒരുമിച്ച് കൂടുതൽ വേണം. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് 71 സെന്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന 13,400 സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന AC 64 ക്യാമറകൾ, സോളാർ ഇൻവെർട്ടറുകൾ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത്. തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാർ. ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ്. ഫിഫ്ത്ത് പ്രൈസ് 5 പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത്. 25,000 ടോക്കണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടോക്കൺ 2,500 രൂപയാണ്. എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.